ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ലോങ് വീഡിയോയിൽ കുറച്ചധികം ആർട്ട് വർക്കുകളാണ് കാണിക്കുന്നത്. ഒട്ടും വരക്കാൻ അറിയാത്ത കൂട്ടുകാർക്കും എളുപ്പത്തിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റിയ ആർട്ടുകളാണ് ഇന്ന് കാണിക്കുന്നത്. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ. ഇന്നത്തെ ആദ്യത്തെ ഒരു വർക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഫ്രീ ഹാൻഡായിട്ട് ലൈൻസ് വരച്ച് കൊടുത്തിട്ട് ഒന്ന് കോളങ്ങളാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഓരോ ലൈൻസിലും ഇതുപോലെ ഒന്ന് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലവേഴ്സ് ആക്കി എടുക്കുക. ഇനി ഈ കോളങ്ങളുടെ ഉള്ളിലൊക്കെ ഇതുപോലെ 5 പെറ്റൽസ് വരുന്ന ഫ്ലവേഴ്സ് വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ കോളങ്ങളുടെ ഉള്ളിലും ഒന്ന് ഫ്ലവേഴ്സ് വരച്ചെടുക്കുക. അതിനുശേഷം ആദ്യം വരച്ചെടുത്ത ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഉള്ളിലായിട്ട് ഞാനിപ്പോൾ ഇവിടെ യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ ആ കളറൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ലൈൻസിലായിട്ട് വരച്ചെടുത്ത വലിയ ഫ്ലവേഴ്സിൽ മാത്രമേ ഈ കളർ യൂസ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കോളങ്ങളുടെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ഫ്ലവേഴ്സിനൊക്കെ വേറെ കളറാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നും. പക്ഷേ വരച്ചെടുക്കുമ്പോൾ സ്റ്റെപ്പായി ചെയ്തെടുക്കുന്ന ടൈമിൽ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഇങ്ങനെ വരച്ച് നോക്കിയിട്ട് കിട്ടുന്ന ഡിസൈൻസാണ് കൂടുതലായിട്ട് ഞാൻ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്താറ്. അങ്ങനെ ചെയ്തെടുത്ത ഒരു വർക്കാണ് ഇത്. ഇതുപോലെ തന്നെ ചില വീഡിയോസൊക്കെ മുന്നേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അതുപോലെ വല്ലപ്പോഴൊക്കെ കാണുന്ന വീഡിയോസിൽ നിന്ന് റെഫറൻസ് എടുത്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാറുണ്ട്. അപ്പം ഇനി ഉൾഭാഗത്തായിട്ട് വരച്ചെടുത്ത കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലൊക്കെ വേറൊരു കളർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫ്ലവേഴ്സിനും നേരത്തെ കൊടുത്ത അതേ കളേഴ്സ് തന്നെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത്തിരി കൂടെ ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് 2 ടൈപ്പിലുള്ള കളേഴ്സ് യൂസ് ചെയ്തതാണ്. അതിനുശേഷം ഈ വരച്ചെടുത്തതിൻ്റെ ഔട്ട്ലൈനിലൊക്കെ ഒരു ബ്ലാക്ക് സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി വരച്ചെടുത്ത പെറ്റൽസിൻ്റെ ഒക്കെ ഔട്ട്ലൈൻ ഇതുപോലെ ഒന്ന് ബ്ലാക്ക് സ്കെച്ച് ഉപയോഗിച്ചിട്ട് തന്നെ വരച്ചെടുക്കുക. ഇങ്ങനെ എല്ലാ ഫ്ലവേഴ്സിനും ബ്ലാക്ക് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിനോടനുബന്ധിച്ചിട്ട് തന്നെ കുറച്ചധികം ആർട്ട് വർക്കുകൾ സീരീസ് ആയിട്ട് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ ഒരു വർക്കാണിതും. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്ന കൂട്ടുകാരിൽ ഇനിയിപ്പോൾ സ്കെച്ച് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവരോ അല്ലെങ്കിൽ സ്കെച്ച് ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ക്രയോൺസ് ഉപയോഗിച്ചിട്ട് ഫ്ലവേഴ്സ് ഫില്ല് ചെയ്തെടുത്താലും മതി. അതിനുശേഷം ഒരു ബ്ലാക്ക് പെൻ ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈനായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ സാധാ പെൻസിൽ ഉപയോഗിച്ചിട്ട് തന്നെ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുത്താൽ മതി. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ സീരീസ് ആയിട്ട് കുറച്ചധികം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണേ. കൂടെ തന്നെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്യണേ. 4-5 ആർട്ട് വർക്കുകളൊക്കെ ഒരു വീഡിയോയിൽ വരുന്ന രീതിയിൽ ലോങ് വീഡിയോ ആയിട്ടും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് ആർട്ട് വർക്കുകളും ഒന്നിടവിട്ട ദിവസങ്ങളിൽ മെഹന്തി വീഡിയോസും കൂടെ തന്നെ ലൈവുകളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ മുന്നോട്ട് പോവാം. ഓരോ വർക്കുകളായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ തീരെ ലെങ്ത് ഉണ്ടാവില്ല വീഡിയോസിന്. അതുകൊണ്ട് തന്നെ 4-5 വർക്കുകളൊക്കെ ഓരോ ലോങ് വീഡിയോയിലും ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ തന്നെ ഇടയ്ക്ക് ക്രാഫ്റ്റ് വീഡിയോസ് കൂടെ അപ്ലോഡ് ചെയ്യാം. ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് കുറവായതുകൊണ്ട് തന്നെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ് കൂടുതലായിട്ട് ചെയ്യാറ്. അപ്പോൾ അങ്ങനെയുള്ള ക്രാഫ്റ്റ് വർക്കുകളും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഗ്യാപ്പിൽ വരുന്ന സ്പേസിൽ ഇതുപോലെ കർവ് ചെയ്തിട്ട് ഏകദേശം ഒരേ വലുപ്പത്തിൽ വരുന്ന രീതിയിൽ ഈ ഒരു ഷേപ്പൊക്കെ ഒന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ വരച്ചെടുത്ത ഫ്ലവേഴ്സിൻ്റെ ഒക്കെ എല്ലാ പെറ്റൽസിനുള്ളിലും ഇതുപോലെ ഒന്ന് 2, 3, 4 ലൈൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കോളത്തിൻ്റെ ഉള്ളിലുള്ള ചെറിയ ഫ്ലവേഴ്സിലും ഇതുപോലെ തന്നെ ലൈൻസ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ഫ്ലവേഴ്സിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അടുത്തൊരു വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്തിട്ട് ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. എത്രത്തോളം വലിപ്പം വേണോ ഓരോ കോളത്തിനും അതിനനുസരിച്ചിട്ട് ലൈൻസ് ഒന്ന് ക്രോസ് ചെയ്ത് വരച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 6 കോളങ്ങൾ ഒരേ നിരയിൽ വരുന്ന രീതിയിലാണ് കോളങ്ങൾ വരച്ചെടുക്കുന്നത്. അതായത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഏറ്റവും ടോപ്പിലുള്ള ലൈൻസ് കിട്ടുന്ന രീതിയിൽ വരച്ചെടുക്കുന്നുണ്ട്. ഇനി വരച്ചെടുത്ത ലൈൻസിന് മുകളിലൂടെ ഉള്ളിലോട്ടായിട്ട് ഒരു കോളം വരുന്ന രീതിയിൽ ഇതുപോലെ 4 സൈഡിൽ നിന്നും ഓരോ ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ കോളങ്ങളൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഏകദേശം എല്ലാ കോളങ്ങളും ഒരേ വലുപ്പത്തിൽ തന്നെ വരച്ചെടുക്കുക. അതിനുശേഷം ഈ വരച്ചെടുത്ത ലൈൻസും കോളങ്ങളൊക്കെ ഒന്ന് മാർക്കർ ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ആദ്യത്തിലെ മാർക്കർ ഉപയോഗിച്ചിട്ട് വരക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പെൻസിൽ വെച്ച് ചെയ്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് മാർക്കർ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൈൻസൊക്കെ വരക്കുമ്പോൾ ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഈ വരച്ചെടുത്ത കോളത്തിൻ്റെ ഉള്ളിൽ ഒന്ന് ഇതുപോലെ ബ്ലാക്ക് മാർക്കർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്.
ഏതെങ്കിലും അറ്റത്തൊരു കോളത്തിൽ നിന്ന് ഇതുപോലെ ഫില്ല് ചെയ്ത് തുടങ്ങുക. അതിനുശേഷം ഒരു കോളം ഫില്ല് ചെയ്ത ശേഷം അടുത്തൊരു കോളം ബ്ലാങ്ക് ആക്കി ഇടുക. എന്നിട്ട് തൊട്ടടുത്ത കോളത്തിൽ വീണ്ടും ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒന്നിടവിട്ട് വരുന്ന കോളങ്ങളുടെ ഉള്ളിലൊന്ന് ബ്ലാക്ക് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ബ്ലാക്ക് കളർ യൂസ് ചെയ്യുന്നതിന് പകരം കളേഴ്സ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നിടവിട്ട് വരുന്ന കോളങ്ങളിൽ കളേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സായിട്ടോ അല്ലെങ്കിൽ സെയിം കളറായിട്ടോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ രണ്ടാമത്തെ ലെയറിൽ ഇതുപോലെ തന്നെ ഒന്നിടവിട്ട് വരുന്ന കോളങ്ങളുടെ ഉള്ളിൽ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്ത 2 കോളങ്ങളുടെ സെൻറ്ററിൽ വരുന്ന കോളത്തിനുള്ളിൽ വരുന്ന രീതിയിൽ വേണം ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മൂന്നാമത്തെ ഒരു ലെയറിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഫസ്റ്റത്തെ കോളത്തിൽ എങ്ങനെയാണോ ചെയ്തത് അതിൻ്റെ തൊട്ട് താഴെ വരുന്ന രീതിയിൽ ഒന്നിടവിട്ട് വരുന്ന രീതിയിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഓരോ കോളങ്ങൾ ഫില്ല് ചെയ്യേണ്ട ഭാഗങ്ങൾ മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ആ കോളങ്ങൾ മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എളുപ്പത്തിൽ തന്നെ ഓരോ കോളങ്ങളും കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു വർക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഉള്ളിലോട്ടായിട്ട് വലിപ്പം കുറഞ്ഞു വരുന്ന രീതിയിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇനി കളേഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏത് കളേഴ്സാണോ ഓരോ കോളത്തിലും വരുന്നത് ആ കളർ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി. ഇത് റൗണ്ട് ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ലൈൻസുകളൊക്കെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുത്താൽ മതി. സെയിം പാറ്റേൺ തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നോക്കുന്ന ടൈമിൽ കിണറിൻ്റെ ഉള്ളിലോട്ടൊക്കെ നോക്കുമ്പോൾ റിങ്ങുകൾ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന രൂപത്തിലാവും ഉണ്ടാവുക ഫൈനൽ ലുക്ക് വരുന്ന ടൈമിൽ. അതുപോലെ സ്ക്വയർ ടൈപ്പിലായിട്ട് വരുന്നതെന്നുള്ളൂ ഈ ഒരു വർക്ക്. അപ്പോൾ ഇതാണ് ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി അടുത്തൊരു വർക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പേജിൽ ഔട്ട്ലൈൻ വരച്ചതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒന്ന് കോളങ്ങളാക്കിയിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇത്തിരി വലിപ്പത്തിൽ തന്നെയാണ് കോളങ്ങൾ വരച്ചെടുത്തിട്ടുള്ളത്. 6 കോളങ്ങൾ വരുന്ന രീതിയിൽ വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ കോളങ്ങളുടെ ഉള്ളിലും ഇതുപോലെ ഇത്തിരി കർവ് ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ 4 ഭാഗത്തേക്കും ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കോളത്തിൻ്റെ ഉള്ളിൽ 4 ഭാഗങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു ഭാഗത്തിൽ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് ലൈൻസ് ഒന്ന് ആ ഒരു ഷേപ്പിന് വരുന്ന രീതിയിൽ വരച്ചെടുക്കുന്നുണ്ട്. ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു വർക്കിന് ഒറ്റ കളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഷേപ്പിനുള്ളിലും ഇതുപോലെ തന്നെ സെൻറ്റർ ഭാഗത്ത് ചെറിയൊരു സർക്കിൾ അതിന് മുകളിൽ ഇങ്ങനെ കർവ് ചെയ്തിട്ട് തന്നെ ഈ ഒരു പാറ്റേൺ വരച്ചെടുക്കുന്നുണ്ട്. ഇനി അടുത്തൊരു കോളത്തിൽ വരക്കുമ്പോഴും ഇതുപോലെ തന്നെ എല്ലാ കോളങ്ങളുടെയും സെൻറ്റർ ഭാഗം മാത്രം കൂട്ടിമുട്ടി നിൽക്കുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കുക. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കോളങ്ങളും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഒറ്റ ലൈൻ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും വരക്കാൻ അറിയാത്തവർക്കും എളുപ്പത്തിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു വർക്കാണ്. അപ്പോൾ ഒത്തിരി സ്ട്രെസ്സായിട്ടിരിക്കുന്ന ടൈമിലും അതുപോലെ തന്നെ വരക്കാനൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർക്കും എളുപ്പത്തിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു വർക്കാണ്. ഇനിയിപ്പോൾ ആർട്ട് വർക്കുകളൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടായിട്ടും സ്കെച്ച് പാഡ് ഇല്ലയെന്ന് കരുതിയിട്ട് ആർട്ട് വർക്കുകളൊന്നും ചെയ്യാതിരിക്കേണ്ട. ഞാനിപ്പോൾ ഇവിടെ നോർമൽ നോട്ട്ബുക്കിലാണ് ഈ വർക്കുകളൊക്കെ ചെയ്തെടുക്കുന്നത്. വർക്കുകൾ ചെയ്യുന്ന ടൈമിൽ ഒരു കട്ടിയുള്ള കാർഡ് എന്തെങ്കിലും ഈ ഒരു പേപ്പറിൻ്റെ അടിയിലായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ സ്കെച്ച് പതിയുന്നതൊക്കെ ആ ഒരു കാർഡിലായിക്കോളും. വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ മുന്നേ നോട്ട്ബുക്കിലാണ് വരക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒന്നുകൂടെ പറഞ്ഞതാണ്. ഇനി അടുത്തൊരു വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പേജിൻ്റെ ഒരു സൈഡിൽ നിന്ന് സെൻറ്റർ ഭാഗത്തു നിന്ന് തുടങ്ങുന്ന രീതിയിൽ കർവ് വരുന്ന ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ വരച്ചെടുത്ത ലൈനിൻ്റെ ഷേപ്പിൽ വരുന്ന രീതിയിൽ പെറ്റൽസ് ഒന്ന് വലിപ്പം കൂടി വരുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എത്രത്തോളം പെറ്റൽസ് വരച്ചെടുക്കാൻ പറ്റുന്നോ അതുപോലെ ഒന്ന് വലിപ്പം കൂട്ടിയിട്ട് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി വരച്ചെടുത്ത പെറ്റൽസിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒരു സ്കെച്ച് ഉപയോഗിച്ചിട്ട് ആദ്യം ഒന്ന് ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ട് ഉൾഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് പരക്കാതിരിക്കാനാണ് ആദ്യം ഔട്ട്ലൈൻ വരച്ച് കൊടുത്ത ശേഷം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ റെഡിനോട് സാമ്യം വരുന്ന 4 ഷെയ്ഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മൊത്തത്തിൽ 5 എണ്ണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് ഒത്തിരി ഡാർക്ക് ആയതുകൊണ്ട് തന്നെ അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റത്തെ 2 ലെയറിലും ഒരേ കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ലൈൻസിലൊക്കെ ഇത്തിരി ഷെയ്ഡ് വ്യത്യാസമുള്ള രീതിയിൽ കളേഴ്സ് ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാ പെറ്റൽസിലും ഒരേ ഷെയ്ഡ് തന്നെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. പക്ഷേ ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിലാകുമ്പോൾ ഇത്തിരി കൂടെ ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന ടൈമിൽ ഇത്തിരി കൂടെ ലൈറ്റ് കളേഴ്സിൽ നിന്ന് ഡാർക്കിലോട്ട് പോകുന്ന രീതിയിലുള്ള ഷെയ്ഡുകൾ തിരഞ്ഞെടുക്കുന്നതാവും ഒന്നുകൂടെ ഭംഗി ഉണ്ടാവുക. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചത് ചെറിയ ടൈപ്പിലുള്ള ചേഞ്ചസ് മാത്രമേ കളേഴ്സ് തമ്മിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഫൈനൽ ലുക്ക് വരുന്ന ടൈമിൽ വലിയ വ്യത്യാസമൊന്നും പെറ്റൽസിൻ്റെ കളേഴ്സിൽ തോന്നുന്നില്ല. അപ്പോൾ പെറ്റൽസ് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ലൈറ്റ് കളേഴ്സ് ആണെങ്കിൽ ഓരോ പെറ്റൽസും എടുത്തെടുത്ത് കാണിക്കും.
ട്രൈ ചെയ്ത് നോക്കുന്ന ടൈമിൽ കളേഴ്സ് കൂടെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടിപൊളി റിസൾട്ട് തന്നെ ഈ ഒരു വർക്കിന് കിട്ടും. ആദ്യമായിട്ടാണ് ഇതുപോലത്തെ വർക്കൊക്കെ ചെയ്ത് നോക്കുന്നത്. ഇനി ഈ വരച്ചെടുത്തതിൻ്റെ ഔട്ട്ലൈനും അതുപോലെ തന്നെ ഓരോ പെറ്റൽസും ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഈ ഒരു പെറ്റൽസിൻ്റെ ഒക്കെ ബോർഡർ ഒന്ന് വരച്ച് കൊടുത്ത ശേഷം വൈറ്റ് കാണുന്ന സ്പേസൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 3D എഫക്റ്റ് വരുന്ന രീതിയിൽ ഫ്ലവേഴ്സൊക്കെ കിട്ടും. ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ ഫ്ലവറായിട്ട് നിൽക്കുന്നത് ആദ്യമായിട്ട് ചെയ്തെടുക്കുകയാണ്. വെറുതെ ട്രൈ ചെയ്ത് നോക്കിയ ഡിസൈൻസ് അങ്ങനെ ഓരോ വർക്കുകളായിട്ട് ചെയ്ത് നോക്കുന്നതാണ്. ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ ഒന്ന് ബ്ലാക്ക് കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം ഈ വരച്ചെടുത്ത പെറ്റൽസിൻ്റെ ഉള്ളിലൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഡോട്ട്സ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഒന്നുകൂടെ ലൈറ്റ് കളറാണ് പെറ്റൽസിനെങ്കിൽ ആ കൊടുക്കുന്ന ലൈൻസൊക്കെ ഒന്ന് എടുത്ത് കാണിക്കും. ഞാനിപ്പോൾ ഇവിടെ ലൈറ്റ് ആഷ് കളർ ഉപയോഗിച്ചിട്ടാണ് ആ ലൈൻസും ഡോട്ട്സൊക്കെ ഇട്ട് കൊടുത്തതെങ്കിലും റെഡിലോട്ട് എത്തുന്ന ടൈമിൽ കറക്റ്റായിട്ട് അങ്ങ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വൈറ്റ് പെൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് വരച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഓരോ പെറ്റൽസിൻ്റെ ഉള്ളിൽ വരച്ചെടുത്തതും ക്ലിയറായി തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി അടുത്തൊരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ പേജിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് ലൈൻസ് വരച്ച് കൊടുക്കുക. ഇനി വീതി കൂട്ടി കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അതല്ല ചെറിയ ചെറിയ ലൈൻസ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചെടുക്കാം. ഇനി ഉൾഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇതുപോലെ ബ്ലാക്ക് മാർക്കർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഔട്ട്ലൈനൊക്കെ വരച്ച് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ വരക്കുന്ന ടൈമിൽ അടുത്ത കോളത്തിലോട്ട് ചെറുതായിട്ടൊന്ന് പരക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഓരോ കളേഴ്സ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് ഓരോ 2 ലൈൻസിൻ്റെ ഉള്ളിലും ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ലൈൻസിനുള്ളിലൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിക്കുന്നതിന് പകരം ബ്ലാക്ക് മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കാം. ഇനിയൊരു സെയിം വർക്ക് തന്നെ ലൈൻസുകൾ ബ്ലാക്ക് ആക്കിയിട്ട് ഉൾഭാഗത്ത് ഇതുപോലെ ഡിഫറെൻറ്റ് കളേഴ്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറിൽ തന്നെ നിർത്തിയിട്ട് ലൈൻസ് മാത്രം ഡിഫറെൻറ്റ് കളേഴ്സ് ആക്കിയിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ലൈൻസിനുള്ളിലും ഇതുപോലെ തന്നെ കർവ് ചെയ്തിട്ടുള്ള ലൈൻസ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മാക്സിമം സ്പീഡൊക്കെ കൂട്ടിയിട്ടാണ് ഓരോ വർക്കുകളും എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയും സ്പീഡൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് തീരെ ലെങ്ത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വരുന്ന ഓരോ വീഡിയോസാണ് എഡിറ്റ് ചെയ്തിട്ട് 2-3 മിനിറ്റിലേക്ക് ആക്കിയിട്ട് ചുരുക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓരോ വീഡിയോസിലും 4-5 ആർട്ടുകളൊക്കെ ഒരുമിച്ച് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. ഇനി ഓരോ ലൈനുകൾ തമ്മിൽ ജോയിൻ്റ് ആകുന്ന സ്പേസിലും ഇതുപോലെ ഒന്ന് ബ്ലാക്ക് മാർക്കർ ഉപയോഗിച്ചിട്ട് ഇത്തിരി കൂടെ ഒന്ന് കൂട്ടി വരച്ചെടുക്കുന്നുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോക്ക് വോയിസ് കൊടുക്കുന്ന ടൈമിൽ 350 കൂട്ടുകാരായിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇനി ഇത്രയേ ഉള്ളൂ. ബൈ.